കാറ്റത്തെ കിളിക്കുടിലെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ നിധിയും നികേഷും കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് സുധീഷും ഹരീഷും വരുന്നുണ്ട്. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, അല്ല ഇന്നലെ രണ്ടുപേരും നല്ല വഴക്കുണ്ടാക്കിയതല്ലേ, രണ്ടുപേരുടെയും പിണക്കം മാറിയോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ആരോടും പിണക്കവുമില്ല. അപ്പോഴാണ് നമ്മുടെ സുഭാഷ് ഏട്ടൻ ഒരു കിറ്റുമായി അങ്ങോട്ടേക്ക് കിച്ചണിലേക്ക് കയറി പോകുന്നത് കാണുന്നത്. ഇത് കേട്ടിട്ട് നികേഷ് പറയുന്നുണ്ട്, അല്ല നമ്മുടെ സുഭാഷ് ഏട്ടന് എന്താ ഒരു മൗനം, എന്തൊരു ടെൻഷൻ ഉള്ളതുപോലെ. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്, നിശ്ചയം പെൺവീട്ടിലല്ലേ വെച്ചിരിക്കുന്നത്, അതിൻ്റെ ടെൻഷനൊക്കെ അവർക്കല്ലേ വേണ്ടത്, നമ്മളിവിടെ ഒരു വണ്ടിയും വിളിച്ച് അങ്ങോട്ടേക്ക് പോവല്ലേ വേണ്ടുള്ളൂ. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, അതൊക്കെ ശരി തന്നെ, എങ്കിലും സുഭാഷ് ഏട്ടൻ്റെ നിശ്ചയമല്ലേ നടക്കാൻ പോകുന്നത്, അതിൻ്റെ ടെൻഷൻ ചേട്ടന് കാണുമല്ലോ. പെട്ടെന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്, അല്ല ഇനി നിശ്ചയത്തിന് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് നമ്മൾ അയൽ വീട്ടുകാരെ ആരെങ്കിലും വിളിക്കണോ. ഇത് കേട്ട് നമ്മുടെ സുധീഷ് പറയുന്നുണ്ട്, അതിൻ്റെയൊന്നും ആവശ്യമില്ല, എന്തിനാ വിളിച്ചുകൊണ്ട് പോകുന്നത്, ഭക്ഷണം കഴിച്ച് സുഭാഷ് ഏട്ടനെ കുറ്റം പറയാനോ, അതുകൊണ്ട് ആരെയും വിളിക്കണ്ട, നമ്മൾ 5 പേർ പോയാൽ മതി എന്ന് പറയുമ്പോൾ നിധി പറയുന്നുണ്ട്, എന്താ 5 പേരെന്ന് പറയുന്നത്, അച്ഛനും കുട്ടി നമ്മൾ 6 പേരുണ്ട്. പെട്ടെന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്, ഹരീഷേട്ടൻ അയൽവക്കക്കാരെ കൊണ്ടുപോകണോ എന്ന് ഉദ്ദേശിച്ചത് നീതു ചേച്ചിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, അല്ല അവളെന്നോട് നമ്മളോടൊപ്പം വരാമെന്ന് പറഞ്ഞതാ, പക്ഷെ ഞാനാ വേണ്ട എന്ന് പറഞ്ഞത്. പെട്ടെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്, അതെന്താടാ നീ അവളുമായിട്ട് വഴക്കിട്ടോ. അപ്പം നികേഷ് പറയുന്നുണ്ട്, അത് സുധീഷേട്ടാ ആ നീതുവനുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ കടുപ്പത്തിലും ദേഷ്യത്തിലാണ് ഇന്നലെ സുധീഷേട്ടനുമായിട്ട് വഴക്കുണ്ടാക്കുകയും അടി കൂടുകയൊക്കെ ചെയ്തത്. ഓഹോ അതാണോ കാര്യം, അതിനാണോ അവളോടുള്ള വഴക്കിനാണോടാ എന്നോട് നീ തല്ലുകൂടാൻ വന്നത്, എന്തിനാടാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ പെട്ടെന്ന് നിധി പറയുന്നുണ്ട്, നിർത്ത് മതി, ഇനി ഇതും പറഞ്ഞ് അടുത്ത വഴക്കിനുള്ളൊരു കാരണം ഉണ്ടാക്കണ്ട, രണ്ടുപേരും അതങ്ങ് വിട്ടേക്ക് എന്ന് പറയുകയാണ്. പെട്ടെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്, അല്ല നമ്മൾ നിശ്ചയത്തിന് പെൺവീട്ടുകാരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും കൊണ്ടുപോകേണ്ടതുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ നിധി പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല, പെൺവീട്ടുകാർ നിശ്ചയം നടത്തുന്ന സമയത്ത് അവരല്ലേ അതിനുള്ള സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യേണ്ടത്, പിന്നെ സ്വീറ്റ്സും ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ കൊണ്ടുപോവേണ്ടി വരും എന്ന് പറയും. പെട്ടെന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്, അല്ല ചേട്ടത്തി നമ്മൾ ഈ നിശ്ചയത്തിന് റിംഗ് ഒക്കെ ഇടില്ലേ, ചെറുക്കൻ പെണ്ണിൻ്റെ വിരലില്ലേ, അപ്പോൾ ആ റിങ് നമ്മൾ കൊണ്ടുപോവേണ്ടി വരില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, അത് ശരിയാണല്ലോ, പക്ഷേ ഈ റിങ്ങിനെ കുറിച്ച് ചേട്ടൻ ഒന്നും തന്നെ പറഞ്ഞില്ല. പെട്ടെന്ന് നികേഷ് പറയുന്നുണ്ട്, ചേട്ടൻ അത് മറന്നതായിരിക്കും, നമുക്ക് ചേട്ടനെ വിളിച്ചൊന്ന് ചോദിച്ചാലോ. ശരി എങ്കിൽ ചോദിച്ചേക്കാമെന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് നിധി സുഭാഷേട്ടാ എന്ന് വിളിക്കുകയാണ്. എന്താ നിധി എന്ന് ചോദിച്ചുകൊണ്ട് സുഭാഷേട്ടൻ കിച്ചണിൽ നിന്ന് വരുവാണ്. അല്ല സുഭാഷേട്ടാ, നമ്മുടെ വിവാഹ നിശ്ചയത്തിന് പെണ്ണും ചെറുക്കനും മോതിരം മാറ്റില്ലേ, അതിനുവേണ്ടി നമുക്ക് റിങ് വാങ്ങണ്ടേ എന്ന് ചോദിക്കുകയാണ്. റിങ്ങോ എന്ന് ചോദിക്കുമ്പോൾ അതെ സുഭാഷേട്ടൻ പെൺകുട്ടിയുടെ പേരിൽ റിങ് അണിയിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ സുഭാഷേട്ടൻ ഒരു നിമിഷം ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. പെട്ടെന്ന് പറയുന്നുണ്ട്, അതെല്ലാം അവർ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ട് നിധി സുധീഷിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. എല്ലാവരും പരസ്പരം നോക്കുന്നുണ്ട്. നിധി പറയുന്നുണ്ട്, സുഭാഷേട്ടാ പെൺ ചെറുക്കൻ്റെ വിരലണിയിക്കാനുള്ള മോതിരമായിരിക്കും അവർ വാങ്ങുന്നത്, ചേട്ടൻ പെണ്ണിൻ്റെ വിരലണിയിക്കേണ്ട മോതിരം നമ്മളാണ് വാങ്ങേണ്ടത് എന്ന് പറയുമ്പോൾ സുഭാഷേട്ടൻ പറയുന്നുണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ സംസാരിച്ചതാ, ഇനിയിപ്പോൾ മോതിരം വാങ്ങാൻ പോകാനൊന്നും സമയമില്ലല്ലോ, രണ്ടു കൂട്ടരും പോയി ഒരുമിച്ചാണല്ലോ ഇതൊക്കെ വാങ്ങേണ്ടത്. അപ്പോൾ അവർ പറഞ്ഞു, നമ്മൾ ക്യാഷ് കൊടുത്താൽ മതി, രണ്ടുപേർക്കുമുള്ള മോതിരം അവർ വാങ്ങിക്കോളാമെന്ന്. ഇത് ബ്രോക്കറിൻ്റെ അടുത്ത് അവർ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു, ഞാനും ഓക്കെ എന്ന് പറഞ്ഞു. ഇത് കേട്ട് നിധിക്കും സുധീഷിനും ഹരീഷിനൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കുവാണ്. പെട്ടെന്ന് സുഭാഷ് ഏട്ടൻ ഞാനിതാ വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് പോവുകയാണ്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഇങ്ങനെയാണോ എല്ലായിടത്തും നടക്കുന്നത്, പെൺവീട്ടുകാർക്ക് നമ്മൾ ക്യാഷ് കൊടുത്താൽ മാത്രം മതിയാവോ, അവർ പോയിട്ട് വാങ്ങിക്കൂ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഹരീഷ് പറയുന്നുണ്ട്, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്, പെൺവീട്ടുകാരും ചെറുക്കൻ വീട്ടുകാരും ഒരുമിച്ച് പോയിട്ടാണ് റിംഗ് ഒക്കെ സെലക്ട് ചെയ്യുന്നത്, ഇവരെന്തിനാ ഇത്ര തിടുക്കപ്പെട്ട് ഈ വിവാഹം നടത്താൻ വേണ്ടി നിശ്ചയമൊക്കെ നടത്താൻ വേണ്ടി ഇങ്ങനെ തിടുക്കപ്പെടുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് നികേഷ് പറയുന്നുണ്ട്, എനിക്ക് വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ടെൻഷൻ ആവുന്നു. ഇത് കേട്ട് സുധീഷ് അവൻ്റെ തലക്കിട്ടൊരു കൊട്ടു കൊടുക്കുകയാണ്. എന്തിനാടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്ത് സംഭവിച്ചാലും നേരം വെളുത്താൽ നീ കോളേജിലേക്ക് പോവും, പിന്നെ എന്തിനാടാ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നികേഷ് പറയുന്നുണ്ട്,
ചേട്ടനൊന്നും അറിയാഞ്ഞിട്ടാ. ദേ നിധിയെടുത്ത് ഇങ്ങോട്ടേക്ക് കയറി വന്ന സമയത്ത് നമുക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. അതുപോലെ ഇനിയും വരാൻ പോകുന്ന ആ പെൺകുട്ടി വരുന്ന സമയത്ത് അതുപോലെ സന്തോഷം ഉണ്ടാവില്ലേ എന്നാണ് എൻ്റെ ടെൻഷൻ. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, നികേഷേ നീ എന്താ ഇങ്ങനെ നെഗറ്റീവായി ചിന്തിക്കുന്നത്? പോസിറ്റീവായി ചിന്തിക്കേ. നമ്മുടെ സുഭാഷ് ഏട്ടൻ്റെ വിവാഹവും അവരുടെ ജീവിതമൊക്കെ നല്ലതുപോലെ നടക്കുന്നു മാത്രമേ നമ്മൾ ചിന്തിക്കാൻ പാടൂ. സുഭാഷ് ഏട്ടൻ നല്ലൊരു വ്യക്തിയല്ലേ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും നല്ലത് മാത്രമേ നടക്കൂന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ സന്തോഷിക്കുകയും വേണം എന്ന് പറയുമ്പോൾ ഓക്കെ എന്ന് നികേഷ് പറയുകയാണ്. നമുക്ക് 6 പേർക്കും പോകാനുള്ള വാഹനം ബുക്ക് ചെയ്താൽ മതിയോ എന്ന് ചോദിക്കുകയാണ് സുധീഷ്. അപ്പം നിധി ചോദിക്കുന്നുണ്ട്, അല്ല നമുക്ക് നിങ്ങളുടെ വല്യച്ഛനെ കൂടി വിളിച്ചാലോ? അപ്പോൾ സുധീഷ് അത് വേണോ? അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഹരീഷും പറയുന്നുണ്ട്, അത് ശരിയാ, അദ്ദേഹത്തെ വിളിച്ചിട്ട് എന്തിനാ, പോയിട്ട് വന്നിട്ട് കുറ്റം പറയാൻ വേണ്ടിയിട്ടോ. ശരി വിളിക്കണ്ട എന്ന് നികേഷും പറയുന്നുണ്ട്. അപ്പോഴാണ് കുളി കഴിഞ്ഞ് അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നത്. സുഭാഷ് ഏട്ടനും കിച്ചണിൽ നിന്ന് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അച്ഛ എന്ന് സുഭാഷ് ഏട്ടൻ വിളിക്കുമ്പോൾ എന്താടാ എന്ന് അച്ഛൻ ചോദിക്കുകയാണ്. ഇന്ന് വൈകിട്ട് പെൺവീട്ടിലേക്ക് പോകണം, ഇന്ന് നിശ്ചയമാണ് ഇവിടെ വെച്ചെന്ന് പറയുമ്പോൾ പെട്ടെന്ന് അച്ഛന് ദേഷ്യം വരുവാണ്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്ക് അനുസരണയില്ല അല്ലേ? വീണ്ടും ആ വിവാഹം നടത്താൻ തന്നെയാണ് നിന്റെ തീരുമാനം? നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യുമെന്ന് പറയുകയാണ്. പെട്ടെന്ന് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, അച്ഛൻ വൈകിട്ട് എന്തായാലും വീട്ടിലുണ്ടാവണം, നമ്മൾ ഒരുമിച്ച് പോവും എന്ന് പറയുകയാണ്. ആ ശരി എന്ന് പറഞ്ഞുകൊണ്ട് പോവാനായിട്ട് നിൽക്കുമ്പോൾ, നിക്കച്ച എനിക്കൊരു കാര്യം പറയാനുണ്ട്, അച്ഛൻ്റെ ചേട്ടനെ കൂടി പോവാനായിട്ട് വിളിക്കാമോ എന്ന് ചോദിക്കുകയാണ് നിധി. ഇത് കേട്ട് അച്ഛന് ദേഷ്യം വരുന്നുണ്ട്. എന്തിനാ അവനെയൊക്കെ വിളിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല, അവൻ വിളിച്ചാലും വരില്ല. അല്ല ഞങ്ങൾ കുടുംബക്കാരെല്ലാം ചേർത്ത് വെക്കലാണ് നിന്റെ ജോലി എന്ന് ചോദിക്കുകയാണ് അച്ഛൻ. ഇത് കേട്ട് സുധീഷിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. നിധിയെ കുറ്റം പറഞ്ഞത് അവൻ്റെ മനസ്സിൽ തട്ടി. അവൻ പെട്ടെന്ന് അങ്ങ് ചാടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് അച്ഛൻ്റെ നേരെ ചെല്ലുവാണ്. അച്ഛനോട് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ പറഞ്ഞത്? എന്തിനാ നിധിയെ ഇങ്ങനെ കുറ്റം പറയുന്നത്? അവൾ നല്ലൊരു കാര്യമല്ലേ ചോദിച്ചത്? പെട്ടെന്ന് നിധി സുധീഷിനോട് പറയുന്നുണ്ട്, സുധീഷ് നീ മിണ്ടാതിരിക്കേ, ഞാൻ അച്ഛനോട് സംസാരിച്ചോളാം. അച്ഛാ നമ്മളെല്ലാവരും കൂടെ പോവല്ലേ, കൂട്ടത്തിൽ വല്യച്ഛനും കൂടി ഉണ്ടാവുന്നത് നല്ലതല്ലേ എന്ന് വിചാരിച്ചാണ് ഞാൻ ചോദിച്ചത്. ഇത് കേട്ട് അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ തന്നെ വരണമെന്ന് തീരുമാനിച്ചിട്ടില്ല, പിന്നെയാണോ ചേട്ടനെ കൊണ്ടുപോകുന്നത്? നിന്റെ പണി നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഇത് കണ്ട് സുധീഷ് ചോദിക്കുന്നുണ്ട്, എന്തിനാ നിധി നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത്? അവർക്കിതൊന്നും ഇഷ്ടമല്ല, പിന്നെ നീ എന്തിനാ നിർബന്ധിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം നിധി പറയുന്നുണ്ട്, അത് നിങ്ങളുടെ വല്യച്ഛനല്ലേ, അദ്ദേഹത്തിന് സുഭാഷേട്ടൻ്റെ കാര്യത്തിൽ താല്പര്യമുണ്ട്. അന്ന് സുഭാഷേട്ടനെ കാണാനില്ലെന്ന് പറഞ്ഞപ്പോൾ ഓടി വന്നത് അദ്ദേഹമല്ലേ? പിന്നെ തറവാട്ടമ്പലം എവിടെയാണെന്ന് നമുക്കറിയാത്ത സമയത്ത് അദ്ദേഹമല്ലേ നമുക്ക് പറഞ്ഞു തന്നത്? അവർക്ക് നമ്മളോട് അടുക്കണമെന്നൊരു ചിന്തയുണ്ടെന്ന് തോന്നുന്നു. പിന്നെ നമുക്കപ്പോൾ അതിനനുസരിച്ച് 2 സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുന്നതല്ലേ നല്ലത്. അത് വിചാരിച്ചാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. നമ്മളെല്ലാവരും ഒരു ഫാമിലിയായി അവരുടെ അടുത്ത് ചെല്ലുന്ന സമയത്ത് എല്ലാവർക്കും നമ്മളോട് റെസ്പെക്റ്റ് അല്ലേ ഉണ്ടാവൂ. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, ശരി നീ എന്താ എന്ന് വെച്ച് ചെയ്യ്. അപ്പം നിധി പറയുന്നുണ്ട്, ശരി എങ്കിൽ ഞാൻ വല്യച്ഛനെ പോയി വിളിക്കാം, ഞാൻ വിളിക്കുന്ന സമയത്ത് അദ്ദേഹം വരുമായിരിക്കും എന്ന് പറയുകയാണ്. ഇത് കേട്ട് സുഭാഷേട്ടൻ പറയുന്നുണ്ട്, വേണ്ട മോളെ ഞാൻ പോയി ക്ഷണിച്ചോളാം. അല്ല സുഭാഷേട്ടാ, ഞാൻ പോയിട്ട് ക്ഷണിക്കാം. ഒരു തവണ ഞാൻ പോയെന്ന് ക്ഷണിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ സുഭാഷേട്ടൻ സമ്മതിക്കുന്നില്ല. വേണ്ട മോളെ ഞാൻ തന്നെ പൊയ്ക്കോളാം. ഇത് കേട്ട് നികേഷ് പറയുന്നുണ്ട്, സുഭാഷേട്ടൻ പറഞ്ഞത് കാര്യമാണ് ചേട്ടത്തി ഇവിടെ ഇരിക്കേ. സുഭാഷേട്ടൻ ഈ വീട്ടിൽ ആരോടെങ്കിലും അവർക്കൊരു സോഫ്റ്റ് കോർണർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേട്ടനോട് മാത്രമാണ്. അതുകൊണ്ട് ചേട്ടൻ ചെന്ന് ക്ഷണിക്കുന്നതാണ് നല്ലത്. ഇത് കേട്ട് നിധി ഓക്കെ എന്ന് പറയുവാണ്. ഇത് കേട്ട് സുഭാഷേട്ടൻ പറയുന്നുണ്ട്, ശരി ഞാനിപ്പോൾ തന്നെ ക്ഷണിച്ചിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് തൻ്റെ ഫോൺ എടുത്ത് പുറത്തേക്ക് ഇറങ്ങുവാണ്. സുഭാഷേട്ടൻ്റെ സന്തോഷമില്ലാത്ത ആ പോക്ക് കണ്ട് സുധീഷ് പറയുന്നുണ്ട്, കണ്ടോ നിധി, സുഭാഷേട്ടൻ്റെ മുഖം കണ്ടില്ലേ, ഒട്ടും സന്തോഷമില്ല. ഒരു നിശ്ചയം നടക്കാൻ പോകുന്ന ആളുടെ മുഖമാണോ ഈ കാണുന്നത്? ഒട്ടും സന്തോഷമില്ലാതെ എന്ന് പറയുമ്പോൾ നിധി പറയുന്നുണ്ട്, അത് വിട്ടേക്കേ, ചിലപ്പോൾ വല്യച്ഛനെ എങ്ങനെ ക്ഷണിക്കും, വല്യച്ഛൻ വരുമോ എന്നുള്ള ടെൻഷനായിരിക്കും ചിലപ്പോൾ സുഭാഷേട്ടന്. ഇതേ സമയം ലളിതയും ഗംഗാധരനും സുനന്ദയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗംഗാധരൻ സുനന്ദയോട് ചോദിക്കുന്നുണ്ട്, മോളെ നീ വീട്ടിൽ അവൻ്റെ അമ്മയോടൊക്കെ പറഞ്ഞിട്ടല്ലേ വന്നത്? അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ നീ ഇങ്ങോട്ട് വന്നതിലെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുനന്ദ പറയുന്നുണ്ട്, ഇല്ല മാമ, അവർക്ക് ഒരു പ്രശ്നവും, അവർക്ക് സന്തോഷമേ ഉള്ളൂ. അവരുടെ മകനെ സ്നേഹിക്കുന്നത് പോലെ തന്നെയാണ് അവിടുത്തെ അമ്മ എന്നെയും സ്നേഹിക്കുന്നത്. ഇത് കേട്ട് ലളിത പറയുന്നുണ്ട്, അതെ ചേട്ടാ, ഇവളെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനെന്നാ വീട്ടിൽ പോയപ്പോൾ അതെനിക്ക് മനസ്സിലായതാണ്.
എന്നിട്ടാ ഇവള് ആ സുഭാഷിൻ്റെ പിറകെ പോവാൻ വേണ്ടി നിന്നത് എന്ന് പറയുമ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, എന്തിനാ ലളിത നീ അക്കാര്യത്തെക്കുറിച്ച് വീണ്ടും സംസാരിക്കുന്നത്? അതൊക്കെ കഴിഞ്ഞു പോയ കഥകളല്ലേ, ഇനി അത് ഇവിടെ ഒരിക്കലും പറയരുത്. അങ്ങനെ അവർ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഉമ്മറത്ത് നിന്ന് സുഭാഷിൻ്റെ സൗണ്ട് കേൾക്കുന്നത്, വല്യച്ചാ വല്യച്ചാന്ന് വിളിക്കുന്നത്. ഇത് സുഭാഷിൻ്റെ സൗണ്ട് കേട്ടതും തൻ്റെ കയ്യിലുള്ള കപ്പും ഫോണും എല്ലാം ടേബിളിൽ വെച്ചുകൊണ്ട് സുനന്ദ ഓടി സുഭാഷിൻ്റെ അടുത്തെത്തുകയാണ്. സുനന്ദേ, നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇവളുടെ സംസാരം സുഭാഷിൻ്റെ സൗണ്ട് കേട്ട് ലളിത ചേട്ടനോട് പറയുന്നുണ്ട്, കണ്ടോ ചേട്ടാ, ഞാൻ അവൻ്റെ പേര് ഉച്ചത്തിലാണോ വിളിച്ചത് പറഞ്ഞത്, അത് കേട്ടിട്ടാണോ അവനിവിടെ എത്തിയത്, അവൻ്റെ ഒരു ആയുസ് നോക്കിയെന്ന് പറയുകയാണ്. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, അതെ, അവൻ്റെ സൗണ്ട് കേട്ടതും സുനന്ദ ഓട്ടം നീ ശ്രദ്ധിച്ചോ? ഗംഗാധരനും ലളിതയും എഴുന്നേറ്റ് പെട്ടെന്ന് സുഭാഷിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്താടാ സുഭാഷേ, എന്തിനാ നീ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ സുനന്ദ പറയുന്നുണ്ട്, എന്താ മാമ ഇത്, അവരെ അങ്ങ് അകത്തേക്ക് വിളിച്ചിട്ട് ഇരുത്തിയിട്ടല്ലേ സംസാരിക്കേണ്ടത്, ഇവിടെ പുറത്ത് നിർത്തിയാണോ സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. സുഭാഷേട്ടൻ വാ, അകത്തിരുന്ന് സംസാരിക്കാം, വാ സുഭാഷേട്ടാ എന്ന് സന്തോഷത്തോടെ സുനന്ദ ഇങ്ങനെ വിളിക്കുകയാണ് സുഭാഷിനെ. അത് കണ്ട് നമ്മുടെ ലളിതയ്ക്ക് ഒട്ടും ഇഷ്ടാവുന്നില്ല. ലളിത പറയുന്നുണ്ട്, നീയൊന്നും മിണ്ടാതിരിക്കടി, ഞാൻ അവരോട് സംസാരിക്കുന്നത് കാണുന്നില്ലേ, ഞാനും നിന്റെ മാമനും, പിന്നെ എന്തിനാ നീ ഇങ്ങനെ വെറു പിടിച്ചുകൊണ്ട് സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സുനന്ദ പെട്ടെന്ന് മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ ലളിത സുഭാഷിനോട് ചോദിക്കുന്നുണ്ട്, എന്താ സുഭാഷേ, നീ എന്തിനാ വന്നത്? അതമ്മായി, ഇന്നെൻ്റെ നിശ്ചയമാണ് എന്ന് പറയാണ് സുഭാഷ്. ഇത് കേട്ട് സുനന്ദക്ക് ഒത്തിരി സന്തോഷമാവുകയാണ്. അവൾ ചോദിക്കുന്നുണ്ട്, ആണോ സുഭാഷ് ഏട്ടാ, ഇന്ന് സുഭാഷ് ഏട്ടൻ്റെ നിശ്ചയമാണോ? എവിടുന്നാ പെണ്ണിൻ്റെ പേരെന്താ? ഇത് കേട്ട് സുഭാഷ് പറയുന്നുണ്ട്, പെണ്ണിവിടെ നിന്ന് അടുത്ത് തന്നെയാണ്. എന്നാ സുഭാഷ് ഏട്ടാ നിശ്ചയം എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് വൈകിട്ട് എന്ന് പറയുകയാണ്. ഇത് കേട്ട് സുനന്ദ ചിരിക്കുന്നുണ്ട്. സുഭാഷേട്ടൻ പറയുന്നുണ്ട്, നിശ്ചയത്തിന് നിങ്ങളെല്ലാവരും ക്ഷണിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്, നിങ്ങളെല്ലാവരും വരണം. ഇത് കേട്ട് ലളിതയ്ക്ക് ദേഷ്യം വരുവാണ്. ലളിത ഗംഗാധരനോടായിട്ട് പറയുന്നുണ്ട്, ചേട്ടാ ഇതിനെല്ലാം കാരണക്കാരൻ നിങ്ങളാണ്, നിങ്ങളെന്ന് ഇവർക്ക് നമ്മുടെ തറവാട്ടമ്പലത്തിലെ വഴിയും ഒക്കെ പറഞ്ഞു കൊടുത്തത് നിങ്ങളല്ലേ, ആ ഒരു കാരണത്താലാണ് അവനിവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരു കുടുംബമായി എന്നിവനിക്കൊരു തോന്നൽ വന്നിട്ടുണ്ട്, ആ ഒരു അധികാരത്തിലാണ് നമ്മളെ ക്ഷണിക്കാൻ ഇവൻ വന്നത്. ഈ സംസാരം നമ്മുടെ സുനന്ദയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. സുനന്ദ അമ്മയോട് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ ഇത്, ഒരു കാര്യത്തിന് ക്ഷണിക്കാൻ വന്ന ആളെ ഇങ്ങനെയാണോ അപമാനിക്കുന്നത്, ഇങ്ങനെയാണോ അവരോട് സംസാരിക്കുന്നത്? അമ്മ ഒന്നും മിണ്ടാതിരിക്കേ. സുഭാഷ് ഏട്ടാ, അമ്മ പറയുന്നതൊന്നും കാര്യമാക്കണ്ട, ഇന്ന് വൈകിട്ടല്ലേ നിശ്ചയം, ഞാൻ എന്തായാലും വന്നിരിക്കും. എന്നാൽ സുനന്ദയുടെ സംസാരം അമ്മയ്ക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. ലളിത പറയുന്നുണ്ട്, ദേ സുനന്ദ, നീ മിണ്ടാതിരിക്കേ, നീ പോണോ പോണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ. ഇത് കേട്ട് സുനന്ദ പറയുന്നുണ്ട്, അമ്മയല്ല തീരുമാനിക്കുന്നത്, എൻ്റെ വിവാഹം കഴിഞ്ഞു, ഇനി എൻ്റെ ഭർത്താവാണ് ഞാൻ ഇവിടെ പോകണം പോണ്ട എന്ന് തീരുമാനിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് വിളിച്ചു ചോദിക്കും നിശ്ചയത്തിന് പോട്ടെ എന്ന്. അപ്പോൾ അദ്ദേഹം പൊയ്ക്കോ എന്ന് തന്നെയാണ് പറയുക. പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ ഞാൻ ആ നിമിഷം വൈകിട്ട് തന്നെ ഇവരുടെ കൂടെ നിശ്ചയത്തിന് പോവും. സുനന്ദ മാമനോടായിട്ട് പറയുന്നുണ്ട്, മാമ കൂടി വാ ഞങ്ങളുടെ കൂടെ, നമുക്ക് ഇന്ന് വൈകിട്ട് എല്ലാവർക്കും കൂടെ പോവാം എന്ന് പറയുമ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, ഇന്ന് വൈകിട്ടാണ് നിശ്ചയം, എന്നിട്ട് രാവിലെയാണോ അതിന് ക്ഷണിക്കേണ്ടത്? പെട്ടെന്ന് സുഭാഷേട്ടൻ പറയുന്നുണ്ട്, ഇല്ല വല്യച്ച, അങ്ങനെയൊന്നും ഉദ്ദേശിക്കരുത്, അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ, പെട്ടെന്നാണ് ഈ വിവാഹ നിശ്ചയം ഉണ്ടായത്, പെൺവീട്ടുകാർ പെട്ടെന്ന് വിവാഹ നിശ്ചയം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ അതങ്ങ് നടത്താമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, വിളിക്കാനായിട്ട് നേരം വൈകിയതും. വല്യച്ഛൻ എന്തായാലും വരണം. ഇത് കേട്ട് ഗംഗാധരൻ പറയുന്നുണ്ട്, ഇല്ല, ഞാൻ വരില്ല. സുഭാഷേട്ടനൊരു പുഞ്ചിരിയോട് കൂടി എങ്കിൽ ശരി ഞാൻ പോണു എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നാൽ സുനന്ദ ഓടി സുഭാഷിൻ്റെ അടുത്തെത്തുന്നുണ്ട്. സുഭാഷേട്ടൻ നിൽക്ക്, എന്തായാലും ഞാനിവിടെ ഉണ്ടാവും, അതുകൊണ്ട് നിശ്ചയത്തിന് ഞാൻ എന്തായാലും വരാട്ടോ എന്ന് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷേട്ടൻ അവിടെ നിന്നും പോവുകയാണ്. എന്നാൽ സുനന്ദ സുഭാഷേട്ടൻ്റെ അടുത്ത് ചെന്ന് നിൽക്കുന്നത് കണ്ട് ലളിതയ്ക്ക് ഒട്ടും സഹിക്കുന്നില്ല. ലളിത ചേട്ടനോട് പറയുന്നുണ്ട്, കണ്ടോ ചേട്ടാ, അവൾ ചെന്ന് നിൽക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് സുനന്ദയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എടി, നീ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അവൻ്റെ അടുത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയല്ല ഞാൻ നിൻ്റെ കൈ പിടിച്ച് വലിച്ചത്, നീ അത് തട്ടിത്തെറിപ്പിച്ച് അവൻ്റെ അടുത്തേക്ക് ഓടിയില്ലേ, നീ എന്താ മനസ്സിൽ കരുതുന്നതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് സുനന്ദ പറയുന്നുണ്ട്, അതെ, എൻ്റെ മനസ്സിലൊന്നുമില്ല, പിന്നെ എത്ര മാന്യതയിൽ അദ്ദേഹം വന്ന് വിവാഹ നിശ്ചയത്തിന് ക്ഷണിച്ചത്, എന്നിട്ട് നിങ്ങളെന്താ ചെയ്തത്? അദ്ദേഹത്തിന് മാനം കെടുത്തുന്നു.
അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയല്ലേ വരില്ല എന്ന് പറഞ്ഞത്. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. അന്ന് ഞാൻ സുഭാഷേട്ടൻ്റെ അടുത്ത് ചെന്നപ്പോൾ നിങ്ങളെ വിഷമിപ്പിക്കാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചയച്ചില്ല എന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലിരിക്കേണ്ട ആളായിരുന്നു എന്ന് പറയുമ്പോൾ ലളിതയ്ക്ക് ആകെ ടെൻഷനാവുകയാണ്. കണ്ടോ ചേട്ടാ, അവൾ പറയുന്നത് കണ്ടില്ലേ? വിവാഹ നിശ്ചയത്തിന് നമ്മളെല്ലാവരും കൂടെ ചെന്നാൽ അവർക്ക് എത്രമാത്രം സന്തോഷമാവും. അങ്ങനെയെങ്കിലും അവർ സന്തോഷിക്കട്ടെ. എന്തായാലും നിങ്ങൾ വന്നില്ലെങ്കിലും ഞാൻ എന്തായാലും ഈ നിശ്ചയത്തിന് പങ്കെടുക്കാൻ തീരുമാനിച്ചു എന്നും പറഞ്ഞുകൊണ്ട് സുനന്ദ വീടിനകത്തേക്ക് കയറി ചെല്ലുവാണ്. എന്താ ചേട്ടാ ഇത്? അവൾ എന്തൊക്കെയായി പറഞ്ഞിട്ട് പോകുന്നത്? എന്തായാലും അവൻ ഇപ്പോൾ നിശ്ചയത്തിന് വിളിച്ചു. ഇനി നമ്മളതിന് പോണോ? ഇനി അടുത്തത് വിവാഹത്തിനായും ക്ഷണിക്കുക. അപ്പോൾ അതിനും പോവേണ്ടി വരും. എന്തായാലും ഇവിടെയുള്ള സമയം തന്നെ നോക്കിയേ അവൻ വന്ന് നിശ്ചയത്തിന് ക്ഷണിച്ചപ്പോഴോ ഇനിയിപ്പോൾ എന്തൊക്കെയാണാവോ ഉണ്ടാവാൻ പോകുന്നത്. ഇത് കേട്ട് ഗംഗാധരൻ പറയുന്നുണ്ട്, വിട്ടേക്ക് ലളിതേ, ദേ നീ അവളുടെ സന്തോഷം കണ്ടോ? സുഭാഷിൻ്റെ വിവാഹ നിശ്ചയം പറയുമ്പോൾ അവൾ ഇത്രമാത്രം സന്തോഷിക്കുന്നതിൽ നമ്മളും അതിന് സന്തോഷിക്കുകയല്ലേ വേണ്ടേ, സമാധാനിക്കുകയല്ലേ വേണ്ടത്. എന്തായാലും അത് വിട്ടേക്ക്, അവൾ പോവുകയാണെങ്കിൽ പോയിട്ട് വരട്ടെ. ഇതേ സമയം സുധീഷും ഹരീഷും പെൺവീട്ടുകാരെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി അവരുടെ വീടിനടുത്തേക്ക് വന്നിരിക്കുകയാണ്. വണ്ടി നിർത്തി സുഭാഷ് അതിൽ നിന്നും ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് ഹരീഷിനോട് പറയുന്നുണ്ട്, എടാ ഹരീഷേ, ഇന്ന് വൈകിട്ടാണ് നിശ്ചയം വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ സമയത്താണോ നമ്മൾ പെൺവീട്ടുകാരെ കുറിച്ച് അന്വേഷിക്കേണ്ടത്? അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, അവർ പെട്ടെന്ന് തന്നെ നിശ്ചയം നടത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതിനിടയിൽ നമുക്ക് നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് നിശ്ചയം നീട്ടിവെക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് നല്ല കാര്യമല്ലല്ലോ. നീ പറയുന്നത് കാര്യം തന്നെ. എന്തായാലും നമ്മളിവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. നീ വണ്ടിയിൽ നിന്നിറങ്ങ്, നമുക്ക് അവിടേക്ക് പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ സുധീഷും ഹരീഷും കൂടെ അവിടെ ഷോപ്പിൽ അന്വേഷിക്കുകയാണ്. അവരുടെ അഡ്രസ്സും അച്ഛൻ്റെ അമ്മയുടെയൊക്കെ പേരും പെൺകുട്ടിയുടെ പേരും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഓ അവരെക്കുറിച്ച് അന്വേഷിക്കാനാണോ നിങ്ങൾ വന്നിരിക്കുന്നത്? അവരെ അറിയാതിരിക്കുമോ? ഇവിടെയുള്ളവരെല്ലാവരും അവരെ അറിയും. കുറേ വർഷമായി അവരുടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. അദ്ദേഹം ഉണ്ടല്ലോ ഒരു ചൂടനാണ്. ഭയങ്കര ഉച്ചത്തിലാണ് സംസാരിക്കുക. വായിൽ തോന്നുന്നതൊക്കെ വിളിച്ച് പറയുമെന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരും പരസ്പരം നോക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മകൾ എങ്ങനെയാണ്, അവരുടെ സ്വഭാവം എങ്ങനെയാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് പറയാതിരിക്കുന്നതാണ് ഭേദം. ആ അച്ഛനെ പോലെ തന്നെ. പിന്നെ അവരുണ്ടല്ലോ സംസാരിക്കുമ്പോഴേ അച്ഛനാണോ അമ്മയാണോ എന്ന് നോക്കില്ല, തെറി വിളിക്കുന്നത് കേൾക്കണ്ടേ? ഈ നാട്ടിലുള്ളവരെല്ലാവരും കേൾക്കും. അത്രയും ഉച്ചത്തിലാ. ഒരുമാതിരി ഫാമിലിയാണത്. ആർക്കും സഹിക്കാൻ കഴിയില്ല. അല്ല, നിങ്ങൾ എന്തിനാ ഇപ്പോൾ അവരെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നത്? പെട്ടെന്ന് സുധീഷ് പറയുന്നുണ്ട്, ഏയ് ഒന്നുമില്ല ചേട്ടാ, ഞങ്ങൾ വെറുതെ ഒന്ന് ഇതിൽ വന്നപ്പോൾ ചോദിച്ചെന്നേ ഉള്ളൂ. നിങ്ങളുടെ ജോലി നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, എന്താ സുധീഷ് ചേട്ടാ ഇവരിങ്ങനെയൊക്കെ പറയുന്നത്? അല്ല, നമ്മൾ ഒരിടത്ത് മാത്രമല്ലേ അന്വേഷിച്ചുള്ളൂ, 2-3 പേരോട് കൂടി ചോദിക്കാടാ, നീ വാ എന്ന് പറയാണ് സുധീഷ്.